PV അൻവറിന്റെ വരവോടെ കേരളത്തിൽ വേരോട്ടം ഉണ്ടാകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. കേരളത്തിൽ സാന്നിധ്യമറിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കഥയാണ് തൃണമൂൽ കോൺഗ്രസിന്റേത്. 2000-ങ്ങളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ നേരിയ തോതിൽ പ്രവർത്തനമാരംഭിച്ചിരുന്നു. 2009-2014 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർത്ത് അധികാരം നേടിയതിനു പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വളരാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലും കണ്ണുവെച്ചു. 2015-ൽ ശ്രമം കാര്യക്ഷമമാക്കി. സ്ഥാപക നേതാവ് മുകുൾ റോയിയുടെ നേതൃത്വത്തിൽ MLA-മാർ കേരളത്തിൽ പറന്നെത്തി. കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ യോഗം. മുൻ MLA ജോസ് കുറ്റ്യാനി സംസ്ഥാന അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മത്സരിച്ചു. എന്നാൽ മമത പ്രതീക്ഷിച്ച മുന്നേറ്റം കുറ്റ്യാനിക്കും കൂട്ടർക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പടവലം പോലെ താഴേക്കായിരുന്നു വളർച്ച. പിന്നീട് ജോസ് കുറ്റ്യാനി കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. പിന്നാലെ വന്ന നേതൃത്വം അംഗങ്ങളുടെ കണക്കിലുൾപ്പെടെ വലിയ അവകാശവാദം ഉന്നയിച്ചെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ സാമ്പത്തിക ആരോപണങ്ങൾ കൂടി ഉയർന്നതോടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചു. ഇന്ത്യ ശ്രദ്ധിക്കുന്ന നേതാവായി മമതാ ബാനർജി നിറഞ്ഞു നിൽക്കുമ്പോഴും ബംഗാളിന് പുറത്തേക്ക് വളരാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. കൊട്ടിഘോഷിച്ചിറങ്ങിയ ഗോവയിലും കൈപൊള്ളി. CPIM ബന്ധം ഉപേക്ഷിച്ചെത്തിയ PV അൻവറിലൂടെ കേരളത്തിൽ സാന്നിധ്യമുറപ്പിക്കാൻ തൃണമൂലിന് സാധിക്കുമോ? കാത്തിരുന്നു കാണണം. റിസർച്ച് ഡെസ്ക് 24.